പ്രതിഷേധം ശക്തമാക്കുകയാണ് വയനാട് മുണ്ടക്കൈ ചൂരൽമല ദുരന്ത ബാധിതർ. ഇന്ന് ജനകീയ സമിതി കളക്ടറേറ്റിന് മുന്നിൽ ഉപവാസം നടത്തി. പുനരധിവാസം വൈകുന്നതടക്കമുള്ള വിവിധ വിഷയങ്ങൾ ഉയർത്തിക്കാട്ടിയായിരുന്നു മാർച്ച്. ഉന്നയിക്കുന്ന പ്രശ്നങ്ങളിൽ പരിഹാരമില്ല എങ്കിൽ സമരം ശക്തമാക്കാനാണ് ജനകീയ സമിതിയുടെ തീരുമാനം. മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതരുടെ പ്രതിഷേധം തുടരുകയാണ്. ഇന്ന് ദുരന്തബാധിതരുടെ ജനകീയ സമിതിയാണ് പ്രതിഷേധവുമായി കളക്ടറേറ്റിന് മുന്നിൽ എത്തിയത്. ഇവരുന്നയിക്കുന്ന ആവശ്യങ്ങൾ അനവധി. പുത്തുമലയിലെ ശ്മശാനത്തിൽ പുഷ്പാർച്ചനയ്ക്ക് ശേഷമായിരുന്നു ദുരന്തബാധിതർ കളക്ടറേറ്റിന് മുന്നിൽ എത്തിയത്. മാർച്ചിനു ശേഷം ഉപവാസം തുടങ്ങി. പുനരധിവാസ ലിസ്റ്റിൽ അർഹരായ എല്ലാവരെയും ഉൾപ്പെടുത്തുക, വീടുകളുടെ നിർമ്മാണം ഉടൻ തുടങ്ങുക, ദുരന്തബാധിതരോട് കേന്ദ്ര സർക്കാരിന്റെ അവഗണന അവസാനിപ്പിക്കുക, കടബാധ്യത എഴുതിത്തള്ളുക, 10 സെന്റ് ഭൂമിയിൽ പുനരധിവാസം നടപ്പാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ അനവധി. അവകാശത്തിന് വേണ്ടിയുള്ള പോരാട്ടം ഇപ്പോൾ ഈ സമരം നടക്കുന്നത്. അപ്പോൾ അവരപ്പോൾ സമരത്തിൽ നമ്മ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചതോടെ തന്നെ ഗവൺമെൻറ് എന്താ പറയുക, ദുരന്തബാധിത ഇങ്ങനെ അവഗണിക്കാതെ എത്രയും പെട്ടെന്ന് കണ്ണു തുറന്ന് അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനുള്ള അവസരത്തിൽ പറയാനുള്ളത്. തങ്ങൾ അനുഭവിക്കുന്ന ദുരിതത്തെക്കുറിച്ച് ദുരന്തബാധിതർക്ക് പറയാനുള്ളത്: ഇത്രയും വലിയൊരു ദുരന്തം കഴിഞ്ഞു പോയിട്ട് നമുക്ക് വീടുമില്ല, കുടിയില്ല, പാടിയിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. ഇപ്പോൾ റെഡ് സോണിൽ നിന്ന് നമ്മൾ പുറത്താണ്. അപ്പോൾ നമ്മളെവിടേക്കാണ് പോവുക? വയനാട് പുനരധിവാസ നടപടികൾ 1 മിനിറ്റ് പോലും വൈകിയിട്ടില്ല എന്ന് ആവർത്തിക്കുകയാണ് റവന്യൂ മന്ത്രി കെ രാജൻ. ദുരന്തത്തിൽ അകപ്പെട്ട അവസാനത്തെയാളെയും പുനരധിവസിപ്പിക്കാതെ സർക്കാർ ചുരമിറങ്ങില്ലെന്നും മന്ത്രി. യാതൊരു കാരണവശാലും വൈകലില്ല. ദുരന്തബാധിതരായ ആളുകളിൽ ഒരു കാരണവശാലും ആശങ്ക ഉണ്ടാവേണ്ട കാര്യമില്ല. അവർക്ക് പൂർണ്ണമായി ഭവനം നിർമ്മിച്ചു കൊടുക്കും. ഭവനം വേണ്ട, പണം മേടിച്ച് പിന്നെ പോകണം എന്നാഗ്രഹിക്കുന്നവരാണെങ്കിൽ അതിനുള്ള സംവിധാനവും ഒരുക്കി കൊടുക്കും. ഒരു പ്രയാസവും ഉണ്ടാകില്ല. അതേസമയം ഉന്നയിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടായില്ലെങ്കിൽ പ്രതിഷേധം കടുപ്പിക്കാനാണ് ദുരന്തബാധിതരുടെ തീരുമാനം. നീറുന്ന നിരവധി പ്രശ്നങ്ങളുണ്ട് ചൂരൽമല മുണ്ടക്കൈ ദുരന്തബാധിതർക്ക്. ഇതിന് പരിഹാരം കാണണമെന്ന ആവശ്യവും ശക്തമാണ്. ഇതാണ് പ്രതിഷേധ വഴി തെരഞ്ഞെടുക്കാൻ ദുരന്തബാധിതരെ പ്രേരിപ്പിക്കുന്നത്. സുർജിത് അയ്യപ്പത്ത്, 24 വയനാട്. പൊതുജനം കഴുതയല്ല സാർ. എല്ലാം നഷ്ടപ്പെട്ടു പോയവരാണ്. അവരുടെ പ്രശ്നങ്ങൾക്ക്, അവരുടെ ആവശ്യങ്ങൾക്ക് പരിഹാരമുണ്ടാകണം. ദുരന്തബാധിതരുടെ പ്രശ്നങ്ങൾ, അതിനോട് സർക്കാർ മുഖം തിരിക്കാൻ പാടില്ല എന്നതാണ് യാഥാർത്ഥ്യം. അതിജീവന പാതയിലുള്ളവരെ ഇനിയും ബുദ്ധിമുട്ടിക്കരുത് എന്നാണ് ദുരന്തബാധിതർ പറയുന്നത്. ഈ അർഹമായ ആളുകൾ പോലും ലിസ്റ്റിൽ ഇടം പിടിക്കുന്നില്ല എന്നുള്ള പരാതിയും ആക്ഷേപങ്ങളും ഒക്കെ ഒരു ഭാഗത്ത് നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. അതിനിടയിലാണ് സമരം കൂടുതൽ ശക്തമായി വരുന്നത്. നോക്കാം ചില പ്രതികരണങ്ങൾ. ആദ്യത്തെ 2 പട്ടികയിൽ ആ ലിസ്റ്റ് ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അവസാന അന്തിമ പട്ടിക വന്നപ്പോൾ ആ ലിസ്റ്റ് അതിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിട്ടാണുള്ളത്. വീടുകൾ ആർക്കും ലിസ്റ്റിലേ വന്നിട്ടില്ല. അപ്പോൾ എല്ലാം ഗവൺമെൻറ് പരിഗണിച്ച് തന്നാൽ വളരെ ഉപകാരം. 11ാം വാർഡ് എന്ന് പറഞ്ഞ വാർഡില്ല, സർക്കാരിൻ്റെ കണക്കിലില്ല. 11ാം വാർഡില്ല. പിന്നെ ഞങ്ങൾ വീടും വന്നില്ല. ഒരു 60 വീടിൻ്റെ താഴെ ഇനിയും മുണ്ടക്കൈയിലുണ്ട്. അത് 10 വീട് ഇവിടെ, 10 വീട് ആകുന്നില്ല. അങ്ങനെ പല ഭാഗത്തായിട്ടാണ്. ഞങ്ങളെങ്ങനെ അവിടെ പോയി താമസിക്കുക? ഇവരെല്ലാവരും കൂടി 581 വീടിൻ്റെ ലിസ്റ്റ് ഫസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഈ 580 നിന്ന് 600 ആയാൽ തന്നെ ഒരു വീടിന് 50 ലക്ഷം റുപ്യ വെച്ച് കൊടുക്കുകയാണെങ്കിൽ തന്നെ 300 കോടി മതി. സാധാരണക്കാർ കൊടുത്ത പൈസ 720 കോടി സർക്കാരിൻ്റെ കയ്യിലുണ്ട്. ഈ 300-400 വീട് വെക്കാൻ വേണ്ടിയിട്ട് 720 കോടി ഊരാലിങ്കലിന് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ?